ഇത്രയധികം വെറൈറ്റി വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു സാധനം ഉണ്ടാവില്ല. ഇന്നൊരു വെറൈറ്റി വിഭവമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചിക്കനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ പേരിലാണല്ലേ എന്ന് ഇപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്നത് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളുടെ പേരിലൊക്കെയാണ് ഇപ്പോൾ ചിക്കൻ വരുന്നത്. അപ്പോൾ അതാ ചിക്കൻ ഒന്ന് ഇതുപോലെ വഴറ്റി ഒരു വെള്ള കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് എറിഞ്ഞതും 2 പച്ചമുളകും പിന്നെ ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂണും ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം കസൂരി മേത്തി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഫ്രഷ് ക്രീമും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനി ചിക്കൻ റെഡിയായി. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.